ഹലോ ഗൈസ്, വെൽക്കം ടു യുവ ജാസ്മിൻ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സിമ്പിളായിട്ടുള്ള ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ കറാമ്പട്ട ഉണ്ടെങ്കിൽ എടുക്കാം. ഞാൻ ഏലക്കയും കുറച്ച് കുരുമുളകും പട്ടയുടെ ഇലയാട്ടോ എടുത്തതിൻ്റെ വേറൊന്നുമില്ലായിരുന്നു. പിന്നെ സവോള നല്ല രീതിക്ക് സ്ലൈസായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കനം കുറച്ച് അരിയാം. പിന്നെ തക്കാളി ഒരു 3-5 തക്കാളിയോളം വേണ്ടി വരും. പിന്നെ ഇതിനായിട്ട് നമ്മൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു അരപ്പാട്ടോ. ഇതൊരു പച്ച കളർ അരപ്പാണ്. നമ്മൾ പുതിനയിലയും മല്ലിയിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നല്ല പോലെ മിക്സിയിലിട്ട് അരച്ച അരപ്പ്. ഈ ഒരു പച്ചരപ്പാണ് ഇത് ഹൈലൈറ്റ്. ബിഗിനേഴ്സിനൊക്കെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പി കേട്ടോ. പിന്നെ നല്ല കട്ടത്തൈര് എന്ന് പറയുമ്പോൾ പലരും മോര് മേടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലെ മിൽക്കി മിസ്റ്റിൻ്റെതോ അല്ലെങ്കിൽ മിൽമേഡോ കട്ടത്തൈര് പാല് പോലത്തെ പാക്കറ്റിൽ കട്ടത്തൈര് കിട്ടും. ഇത് മേടിക്കാൻ ശ്രദ്ധിക്കുക. അടുത്തായിട്ട് എന്ന് പറയുന്നത് നമ്മളെ ഗരം മസാല കേട്ടോ. വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി. പിന്നെ ഇതിനായിട്ട് ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈമയുടെ റൈസാണ്. നിങ്ങൾക്ക് ജീരകശാല എടുക്കാം, ബസ്മതി റൈസ് എടുക്കാം, ഏത് റൈസും എടുക്കാം. ചെമ്മീൻ ഏറ്റവും കൂടുതലും കൈമ റൈസാണ് അടിപൊളിയായിട്ട് പോകുന്നത്. നമ്മൾ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ടിട്ട് കുറച്ച് തൈരും ഒരു പുളിക്ക് തൈര് ഒഴിച്ചിട്ട് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് നമ്മൾ ചെമ്മീൻ വയ്ക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂണ് ഓയിലും ഇട്ടിട്ട് ഇതിലോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. സവോളയും ഉപ്പും ഇട്ടിട്ട്, സവോള ഇടുമ്പോൾ ശ്രദ്ധിക്കുക, 1 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റാം. പെട്ടെന്ന് തന്നെ വഴന്ന് വരും കേട്ടോ. അപ്പം നമ്മൾ സവോള ഇവിടെ നല്ലപോലെ വഴന്ന് ഒരു ബ്രൗൺ ഗോൾഡൻ ഒരു ഇതായി വരുമ്പം തക്കാളി ഇട്ടിട്ട് ഇതേപോലെ നല്ലപോലെ തന്നെ ഒടിച്ച് വേവിച്ചെടുക്കാം. ഇതിനുശേഷം നമ്മൾ ഈ ഒരു അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഈ അരപ്പും ഇതും കൂടി നല്ല രീതിക്ക് ആ പച്ചമണവും എല്ലാം മാറുന്നവരെ ഇതേപോലെ മിക്സ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മുടെ ചെമ്മീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീനും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ അരി ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. 3 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇതേപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മുടെ അരി ചേർത്ത് നല്ലപോലെ ഇങ്ങനെ വരുമ്പം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ട് കണ്ടോ. ഇപ്പം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി കറക്റ്റ് അരിയുടെ പാകമായി വരുമ്പം ഒരു മൂടി വെക്കുക. നല്ല വെയിറ്റ് ഉള്ള എന്തെങ്കിലും സാധനം എടുത്ത് ആ